ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതൽ വരും, കാരണം അത്ര സ്പേസ് ഉള്ള വീടാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മൊത്തം ഒന്ന് കാണണം. ഓക്കെ, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്മുടെ നരിവാരമുണ്ട എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതായത് വൈക്കട പഞ്ചായത്ത്. നല്ല അടിപൊളി അതിമനോഹരമായ നല്ലൊരു വീട് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ. നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീട്, കിടിലം, അത് സൂപ്പർ വീട് എന്ന് പറയാം. CC ക്യാമറന്റെ ഫുൾ ഇതൊക്കെ നോക്കിക്കോളി. എല്ലാ ഭാഗത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഭാഗത്ത് വീടിന്റെ അണ്ടർഗ്രൗണ്ട്, അടിയിക്ക് അണ്ടർഗ്രൗണ്ടിലുള്ള വീടാണ്. 2 ഭാഗത്ത് കൂടി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇതാ ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് കൂടി, അതേമാതിരി താഴെ ഭാഗത്ത് കൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തിലേക്ക് കൂടി നമ്മൾ വണ്ടി പാർക്കിംഗ് ചെയ്യാൻ നല്ല അതിമനോഹരമായ നല്ലൊരു വീട് തന്നെ. ആ വീടിന്റെ ഉൾഭാഗത്തിലേക്ക് കയറണം. അതിന്റെ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് നല്ല അടിപൊളി ഒരു വെള്ളം പറ്റാത്ത കിണർ, വീട്ടിലേക്ക് വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും, നല്ല ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല ചെടികളും, നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ്. വെള്ളം കയറുന്ന സ്ഥലമല്ല. അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഓരോ വീഡിയോയിൽ പറയുന്നത്. അല്ലെങ്കിൽ നോക്കി സിറ്റ് ഔട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും, നല്ല ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ തലമുറയുള്ള മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അനുയോജ്യമായ നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. മുകൾ ഭാഗത്ത് സിറ്റ് ഔട്ടിൽ കയറുമ്പോൾ തന്നെ നമ്മളെ സീലിംഗ് ചെയ്ത് നല്ല ഉസാറായിട്ട് മോഡൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി കല്ല് കൊണ്ട് വേണ്ട ഇഷ്ടിക മോഡൽ വരുന്ന നല്ലൊരു വെറൈറ്റിയിലാണ് ഇതിന്റെ ചുമരുകളൊക്കെ വർക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ SS ആണ് ഇതിന്റെ ഈ ക്വാളിറ്റി വരുന്നത്. ഫുള്ള് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി വരുന്ന, എത്ര കംപ്ലൈന്റും ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് വരുന്ന മുക്കാ ഭാഗം ഡോറ്, പിന്നെ അതായത് ഒരു കാ ഭാഗം ഡോറ് വരുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് വീടിന്റെ ഡോറ് തന്നെ വരുന്നത്. ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ്. ലിവിൻ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാൻ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇതിന്റെ ഉൾഭാഗത്തേക്ക് ഇരിക്കാനുള്ള സൗകര്യം നോക്കി. നമുക്ക് TV കണ്ട് നല്ല ഉസാറായിട്ട് ഇരിക്കാൻ. ഇതിന്റെ വർക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. മുകൾ ഭാഗത്തിലേക്കൊക്കെ ഒന്ന് നോക്കി. സീലിംഗ് ഒക്കെ നല്ല അടിപൊളി മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട് കാണും. വീടുകൾ എല്ലാ വീടും ഫുൾ ആയിട്ട് കാണണം. വീടിന്റെ അത്യാവശ്യം നല്ല ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ നമുക്ക് പറയാം. വിശാലമായ നല്ലൊരു ഇതുണ്ടോ, നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിലുണ്ടാക്കിയൊരു നല്ല വിശാലത, അതാണ് ഏറ്റവും കൂടുതൽ ഏത് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കൊണ്ടൊക്കെ അലമാര ഫുൾ സെറ്റ് ചെയ്ത് 4-2 ഒരു മാർബോണൈറ്റ് ആണ് അടിഭാഗത്തിട്ടുണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതിന് ഈ വീടിന്റെ പ്രത്യേകത ഓരോ ഭാഗവും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളി. ഞാൻ ഓരോ ഭാഗം കാണിച്ചാൽ ഇതിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും സൗകര്യമുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അടിഭാഗത്ത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ ചുമരിന്റെ മുകൾ ഭാഗത്തിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളി. ഇതിന്റെ മെറ്റീരിയലിൽ ഓരോന്ന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് റൂം കണ്ടു. അങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബ്, നല്ലൊരു കാണാൻ തന്നെ ഒരു കാഴ്ചയുള്ള നല്ലൊരു വീട് തന്നെ. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിന് നമ്മൾ കയറുന്ന സ്റ്റെപ്പ് ഏതാണ്? വുഡിന്റെ ഒരു സ്റ്റെപ്പാണ് വന്നിട്ടുള്ളത്. നല്ല തടികൾ കൊണ്ട് നല്ല സൂപ്പർ മോഡല്. ഇതിന്റെ മുകൾക്കൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഫുള്ള് നല്ല മോഡലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി മുകളിലേക്കുള്ള ലൈറ്റും ഫിറ്റിംഗ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നല്ല സൂപ്പർ മോഡൽ തന്നെയാണ്. ഇനി പോകുന്നത് രണ്ടാമത്തെ റൂം. രണ്ടാമത്തെ റൂമിന്റെ ഉള്ളിൽ അതെ നമ്മൾ കയറി ഇരിക്കാൻ നോക്കി. നിങ്ങൾ ഒരു ഏരിയകൾ നോക്കി നല്ല ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കി. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ കറക്റ്റന്റെ അടിഭാഗത്ത് നല്ല അടിപൊളി മോഡൽ ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ട് ഇനി രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റൂം കൊണ്ട് ആ ഫസ്റ്റ് കണ്ട റൂമിനെ കാട്ടിൽ ഒന്നുകൂടി സ്പേസ് ഉണ്ടോ എന്ന് തോന്നി നമുക്ക് കണ്ടാലേ. അത്യാവശ്യം തടികൾ അതിന്റെ സൈഡ് ഭാഗത്തെ വർക്കും നോക്കണം. ചുമരിന്റെ അതായത് കട്ടിലിന്റെ ഭാഗത്ത് തടി മോഡലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ചുമരിന്റെ നല്ല അലമാര ഫുൾ സെറ്റ് ചെയ്ത് 3 ഡോറിൽ അടിപൊളി സെറ്റപ്പ് അലമാര. പിന്നെ റൂമിലേക്ക് വന്നപ്പോൾ തടി മോഡൽ നോക്കാം. മാർബോണൈറ്റ് ഒരു വെറൈറ്റി മോഡലാണ് മാർബോണൈറ്റ്. അതും നോക്കി നിങ്ങൾ ഈ സൈഡ് ഭാഗത്ത് നമ്മൾ ജനാലിന്റെ ഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യം നോക്കി കണ്ട നല്ല ഫുൾ സെറ്റായി, ഫുൾ AC ഫുൾ സീലിംഗ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലും രണ്ടാമത്തെ റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ വീഡിയോ എല്ലാ ഭാഗം കണ്ടോ, എല്ലാ പ്രോസസ് കമ്പനിയൊക്കെ നോക്കിക്കോളിട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ബ്രാൻഡഡ് കമ്പനി സാധനങ്ങളാണ് വീടിന്റെ എല്ലാ ഭാഗം എടുത്തിട്ടുള്ളത്. ഇതിപ്പോ നിങ്ങൾക്ക് തോന്നും, വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ മെറ്റീരിയലും അത്ര ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിന്റെ നേരെ പോണത് നമ്മൾ ബാൽക്കണിയിലൊക്കെ കയറുന്നത്. ബാൽക്കണി കയറുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള കാഴ്ച കണ്ടു നോക്കികള്. ആരും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റൂമിൽ നിന്ന് കാഴ്ച നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ താഴെ ഭാഗത്തോട്ട് നമ്മൾ നേരെ അതിൽ പോകാൻ വേണ്ട ഇങ്ങനെ താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ താഴെ ഈ സീറ്റിന് നേരെ താഴോട്ട് വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്. എല്ലാ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. മൂന്നാമത്തെ റൂമിൽ കൺഫ്യൂഷൻ ആട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എവിടെയൊക്കെ റൂം
ആകെ കിട്ടി നോക്കി നിങ്ങൾ മുകൾ ഭാഗത്തേക്ക് നോക്കി സീലിംഗ് നല്ല ഉഷാറായിട്ട് ഓരോന്നോരോ കളർഫുള്ളിലാണ്. ഡിസൈന് മാറ്റമുണ്ട്. ഓരോ അതായത് പെയിന്റിങ് ആയാലും കട്ടിലായാലും എല്ലാത്തിനും വ്യത്യാസം നോക്കികള്. അലമാര ഇതാക്കണതൊക്കെ ഫുൾ മാറ്റങ്ങൾ കളർ വ്യത്യാസമുണ്ട്. പിന്നെ അതേമാതിരി ഇതാക്കണം ചെറുതായിട്ട് ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിപ്പം മോഡൽ നമുക്ക് ഇനി ഒരു പിള്ളേർ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇരുന്ന് സ്റ്റൂളിറ്റ് ഇരുന്ന് കാരണം നമുക്ക് പഠിക്കാനും നല്ല അടിപൊളി സെൻട്രൽ ഭാഗത്താണ് ഇതിന് ബെഡ് വരുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിന്റെ മുകൾ ഭാഗത്തിലേക്ക് നമുക്കിവിടെ ഒരു മിറർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഖം നോക്കാനും അതിന് നല്ല ക്വാളിറ്റി ഇതായിട്ട് കൊടുക്കാൻ ഇതിലും അറ്റാച്ച്ഡ് ആണ്. ഇത് മൂന്നാമത്തെ റൂം കണ്ട് മൂന്നാമത്തെ റൂമും അറ്റാച്ച്ഡ് വാട്ടർ ഓഫ് ചെയ്താട്ടോ. മുകൾ ഭാഗം മുക്കാൽ ഭാഗം വരെ നല്ല ടൈല് മുകൾ ഭാഗം വരെ ടൈൽ ഇട്ടിട്ടുണ്ട്. അതേമാതിരി ഇത് നമ്മൾ കണ്ട ബാത്റൂമിന്റെ അടിഭാഗമല്ല, അടിഭാഗത്തിലേക്ക് സാധാ ബോഡി ക്ലോസറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് സെറ്റാണ്. അങ്ങനെ 3 റൂമുമുണ്ട്. 3 റൂമും അറ്റാച്ച്ഡ്. ഇനി ഓപ്പൺ ടെറസിലേക്കാണ്. ഇനി നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ അയൺ ചെയ്യാനും അതേമാതിരി എന്തെങ്കിലും അലക്കിയിടാനും എന്നൊക്കെ ഓപ്പൺ ടെറസിൽ കണ്ടില്ലേ. നല്ല അത്യാവശ്യം നല്ല ആളുകൾ സ്പേസും ഒരു ചെറിയൊരു സൽക്കാരം നടത്താൻ പറ്റിയ ഏരിയ തന്നെ നമുക്ക് പറയാം. നല്ല അടിപൊളിയാണ്. ഡൈനിങ് ഹാളിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ അടുക്കളയിൽ നിന്ന് കിച്ചണിൽ നിന്ന് നേരെ ഇവിടെ തന്നെയാണ് എൻ്റെ ഡൈനിങ് ഹാൾ ഉള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതാ ഇന്ന് നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഒരു സ്റ്റെപ്പായിട്ടാണ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാനുള്ള വാഷ് ബേസും തൊട്ടിപ്പുറത്തിലുണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെർട്ടറിന്റെ ഇൻവെർട്ടർ സെപ്പറേറ്റ് ചെറിയ പിള്ളേർക്കൊക്കെ ഒന്നും വിഷയമില്ലാത്ത രൂപത്തിൽ നല്ല അടച്ചുറപ്പാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. ഫുള്ള് തടിയിലൂടെയാണ് ഇതിന്റെ നമ്മുടെ കാതിലുള്ള മരം എന്ന് പറയാം. നമുക്ക് നല്ല ഉഷാറായിട്ടാണ് അതിമൊന്ന് നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റെയർ കേസ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാക്കിയിട്ടുള്ളത്. ഇനി 4ാമത്തെ റൂമിലേക്ക് പോകുന്നത്. 4ാമത്തെ റൂമും ഇതിന്റെ മുകൾ ഭാഗത്തിൽ സീലിംഗ് ചെയ്തില്ല. ടോപ്പ് ലൈറ്റുകളൊക്കെ നല്ല വിശാലതയുള്ള റൂം തന്നെ നമുക്ക് നോക്കി. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് പറയാനുള്ളത് 4 റൂമും അത് ഉള്ള റൂം മൊത്തം ടോയ്ലറ്റ് ബാത്റൂം ഉള്ളതാണ്. അതിലേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറയണം. നോക്കിക്കള്, ഇത് ഏറ്റവും വീട് എടുക്കുന്ന ആളുകൾക്ക് ഓരോ ആളുകൾക്ക് മറ്റേ ബാത്റൂമിലേക്ക് പോകേണ്ട അവസരം നോക്കിക്കൾ. എന്താ സെറ്റിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്താ വീട് നല്ല ഇതിന്റെ അമ്പലമായാലും ചർച്ചായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും ഒക്കെ ഏകദേശം എത്ര ഉള്ളൂ 300-500 മീറ്ററിന്റെ മുകളിലേക്ക് പോകണ്ട അല്ലേ. ആകെ അത്ര ഉള്ളൂ. ഇനി നമുക്ക് ഇതിലെ ദൂരം ഉള്ളൂ. അതേമാതിരി വീട്ടിലേക്ക് വണ്ടി വരാനുള്ള സൗകര്യം തൊട്ടടുത്ത് നമ്മൾ വീട്ടിലേക്ക് വണ്ടി വരാൻ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് 250 മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് റോഡിൽ നിന്ന്. അത് നോക്കിങ്ങള്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഒരാൾക്ക് പുറത്തോട്ട് പോയിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ ബാത്റൂമിലേക്കൊക്കെ പോകണമെങ്കിൽ പുറം ഭാഗത്തൊരു ബാത്റൂം ഉണ്ട്. 2 ഭാഗത്തും നമുക്ക് ഡോറ് തുറക്കാം ക്ലാസിന്റെ കൊണ്ടെങ്കിൽ. ഇതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ചാനലും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളിട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ഇതിന്റെ ചാനലൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുറത്തിട്ടുള്ള ബാത്റൂമിലേക്ക് പോകാനും പുറത്തോട്ടൊക്കെ പോകാനും നല്ല 2 ഭാഗത്ത് നമുക്ക് ഈ ക്ലാസ് നീക്കിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല ഒരു വീട് തന്നെ നമുക്ക് പറയാം. 2450 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇപ്പൊ ഒന്ന് കാണിക്കുന്നത്. മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും സീലിംഗ് ചെയ്ത് നല്ല മെറ്റീരിയൽ തന്നെ വീടിന് ഞാൻ പോകുന്നത് ഇപ്പൊ കിച്ചണിലേക്കാണ്. നോക്കി നിങ്ങൾ ഓപ്പൺ നല്ല അടിപൊളി മുകളിലത്തെ റാക്കുകളും അവിടെ മുതൽ എല്ലാ ഭാഗത്തും ഫാനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ. പിന്നെ അടിഭാഗത്ത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നോക്കി ടൈൽസിന്റെ അടിഭാഗത്തെ ലൈറ്റുകൾ പിന്നെ ഇതാക്കണേ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിന്മേ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഗ്യാസ് അടുപ്പ് 3 ഇതിൽ വരുന്നതാണ്. പിന്നെ ഡോറ് അതെ ഇത് നമുക്ക് പാത്രങ്ങൾ വെക്കാൻ എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യത്തിലും നല്ല സൂപ്പർ കിച്ചൺ തന്നെ. അല്ലെങ്കിൽ നോക്കി ഇതിന്റെ സെറ്റുകളൊക്കെ നോക്കിക്കൂടി. ഇതിൽ ഉപയോഗിക്കുന്ന ടാപ്പുകൾ അതേമാതിരി നമ്മൾ പാത്രം കേൾക്കുന്ന എല്ലാം നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിന്റെ വർക്ക് എടുത്തുന്നത്. വർക്ക് ഏരിയ അതാണ് ഏറ്റവും കൂടുതൽ. നോക്കി നിങ്ങള് ആലുവ അടുപ്പ് നല്ല പുകയില്ലാത്ത അടുപ്പ് മുകളിലേക്ക് ചിമ്മിനി സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് വെക്കാനുള്ളതും എല്ലാം ഫുള്ള് എല്ലാ വലിപ്പം റാക്കുകളൊക്കെ നോക്കിക്കൊള്ളൂ കേട്ടോ. ഫുള്ള് സെറ്റായാണ് ഇതിന്റെ അത് കൊടുത്തിട്ട് മുകളിലത്തെ റാക്കുകളായാലും എല്ലാം ഫുൾ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാക്കണം ഇവിടെ നമുക്ക് ടിന്നുകളൊക്കെ വെക്കാനും വേറെ അലമാര ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി ഇതിന്റെ അടിയിൽ നമ്മള് ഉള്ള ഏരി നോക്കിയിട്ട് നോക്കിങ്ങള് വാഷ് ബേസി ഇവിടെ നേരെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം പോകാനുള്ള സൗകര്യമൊക്കെ ഇതാ ഫുള്ള് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്പേസ് ഒന്ന് നിങ്ങൾക്ക് കാണാം. പുറത്തോട്ട് നമ്മൾ കണ്ട ഒരു ചളി ഒന്ന് വരാക്കാനോ കട്ട പതിച്ചിട്ടുണ്ട് സെറ്റായിട്ട്. ഇതിന്റെ പുറത്താണ് ഇതിൽ എന്ത് വരുന്നത് ടോയ്ലറ്റ് വരുന്നത്. നമുക്ക് കുളിക്കണമെങ്കിലും നല്ല ബാത്റൂം നല്ല സൗകര്യത്തിൽ 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഇതിന് പുറത്തും ഒരു ടോയ്ലറ്റ് ഉണ്ട്. നല്ല സൂപ്പർ വീട്.
ഇനി അടിഭാഗത്തിൽ നമുക്ക് വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം, 2 വണ്ടികൾക്കൊക്കെ അടിഭാഗത്ത് അണ്ടർകോട്ട് അടിഭാഗത്ത് നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇനി ചെറുതായിട്ട് നമുക്കൊരു കൃഷി ചെയ്യാനും അല്ല ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്, സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി ഈ വീടിന്റെ സൈഡൊക്കെ നോക്കിക്കൊള്ളിട്ട് ഒരു ഭാഗത്ത് തേക്കാനോ പെയിന്റ് അടിക്കാനോ ഒന്നുമില്ല. ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ല ഫുൾ സെറ്റിലാണ് വീട് വർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരെ ചില ആൾക്കാർക്ക് അലക്കാനുള്ള സൗകര്യമുണ്ട്. നോക്കി നിങ്ങള്, നമുക്ക് അലക്കാൻ നല്ല അലക്ക് കല്ല് നേരെ ഇവിടെ നിന്നിട്ട് നമുക്ക് അലക്കാനുള്ള സൗകര്യം ഉണ്ട്. അതേപോലെ പൈപ്പ് ഫുൾ സെറ്റായിട്ടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ കാണുന്നത്. 10 സെന്റില് 2450 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു കച്ചവടല്ലേ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.